നമസ്കാരം. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് എല്ലാ സാഹിത്യ സുഹൃത്തുക്കളെയും സഹർഷം ഈ നിയമസഭാ പുസ്തകമേളയിലേക്കും പുസ്തക പ്രകാശന ചടങ്ങിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഞാൻ രശ്മി ആർ ഉണ്ട്ര. കഴിഞ്ഞ 20 വർഷമായി പുസ്തക പ്രസാധന രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ. പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. പ്രമുഖ മലയാള ഭാഷാ അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ ഒറ്റശേഖരമംഗലം വിജയകുമാർ സാറിന്റെ ഭാഷാമാധുരി, പ്രമുഖ നോവലിസ്റ്റ് വസന്ത എസ് പിള്ളയുടെ വംശഭ്രംശം എന്ന നോവലുമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങൾ. ബഹുമാനിയരെ, ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന. കുമാരി കാർത്തികയെ ക്ഷണിക്കുന്നു. സിരയിലും സാഗര തിരയിലും പുല്ലിൻ തുടിപ്പിലും വാന പരപ്പിലും ജീവൻ പ്രകാശമായി പ്രഭാവമായി വിളങ്ങുന്ന ശക്തിക്കു കൂപ്പുകൈ അറിവായി തെളിയുവാൻ അക്ഷരം തുണയ്ക്കണം നാരായ കുളിരായി നേർത്താവിൽ പടരണം നന്മകൾ നേടുവാൻ കൺതുറന്നിടണം സ്നേഹം തുളുമ്പുവാൻ ഹൃദയം തുടിക്കണം സ്നേഹം തുളുമ്പുവാൻ ഹൃദയം തുടിക്കണം. സ്വാഗതം ശ്രീ ബിന്നി സാഹിതി, സെക്രട്ടറി, പ്രിയദർശിനി പബ്ലിക്കേഷൻസ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആരാധ്യനായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അവറുകൾ, പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ നെടുവട്ടം ഗോപാലകൃഷ്ണ സാർ, പുസ്തകം ഏറ്റുവാങ്ങുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി കെ എ ബീന അവറുകൾ, ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോബിൻ ചാമക്കാല അവറുകൾ, പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രിയങ്കനായ ഒറ്റശേഖരമംഗലം വിജയകുമാർ സാർ, രശ്മി ഉറ്റ്ര, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പുസ്തക പ്രസാധന രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുദീർഘമായ രീതിയിൽ തങ്ങളുടെ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തക പ്രസാധന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ കുടുംബത്തിൽ നിന്നും ഇന്ന് 2 പുസ്തകങ്ങൾ നിയമസഭാ പുസ്തക ഉത്സവ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്ന അതിരറ്റ സന്തോഷത്തിലാണ് നമ്മൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ ആരാധ്യനായ വൈസ് ചെയർമാനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പഴകുളം മധു അവറുകളെ വളരെ സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് പ്രമുഖ ഭാഷാ പണ്ഡിതനും നമ്മുടെ എല്ലാവരുടെയും അധ്യാപകനുമായ പ്രിയങ്കരനായ ഡോക്ടർ നെടുവട്ടം ഗോപാലകൃഷ്ണ സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി കെ എ ബീന അവറുകളാണ്. മാഡത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പ്രിയങ്കരനായ എഴുത്തുകാരനും സാഹിത്യ പ്രവർത്തകനുമായ ഡോക്ടർ ജോബിൻ ചാമക്കാല അവറുകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിന് ഭാഷാമാധുരി എന്ന പുസ്തകം രചിച്ചിരിക്കുന്ന പ്രിയങ്കരനായ ഒറ്റശേഖരമംഗലം വിജയകുമാർ സാറാണ്. സാറ് വേദിയിലുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. നോവൽ വംശപ്രശ്നം എഴുതിയിരിക്കുന്നത് പ്രിയങ്കരിയായ നോവലിസ്റ്റ് വസന്ത എസ് പിള്ളയാണ്. മാഡത്തിന് ശാരീരിക അസ്വസ്ഥത മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരെ ഇവിടെ പ്രാർത്ഥന പാടിയ കൃഷ്ണമോളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബിന്നി സാഹിതി സാർ.
അധ്യക്ഷ പ്രസംഗത്തിനായി പ്രിയദർശിനി പബ്ലിക്കേഷന്റെ വൈസ് ചെയർമാനും KPCCയുടെ ആദരണീയ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധു അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനനായ ഭാഷാ പണ്ഡിതനും ഭാഷാ ശാസ്ത്രജ്ഞനുമായ ഏറ്റവും ബഹുമാനനായ പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി KA ബീന, പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ ഡോക്ടർ ജോബിൻ ചാമക്കാല, ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഭാഷാമാധുരിയുടെ ഗ്രന്ഥകർത്താവ് ശ്രീ ഒറ്റശേഖരമംഗലം വിജയകുമാർ, ശ്രീ ബിന്നി സാഹിതി, മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പബ്ലിക്കേഷൻ ഡിവിഷനാണ്. കേരളത്തിലെ മുഖ്യധാരാ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾക്കൊപ്പം 2009 മുതൽ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സജീവമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ണൂരിൽ ബംഗാളിലെ 34 വർഷക്കാലത്തെ CPM ഭരണത്തിൻ്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് രചിക്കപ്പെട്ട ബെസ്റ്റ് സെല്ലറായ ഇംഗ്ലീഷ് പുസ്തകം ദ ഗാങ്സ്റ്റർ സ്റ്റേറ്റിൻ്റെ മലയാള പരിഭാഷ കണ്ണൂരിൽ പുറത്തിറക്കുകയുണ്ടായി. ഞങ്ങളുടെ സ്റ്റാളിൽ ആ പുസ്തകം മാത്രമാണ് ഈ പുസ്തകോത്സവത്തിൽ ഞങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വെച്ചിരിക്കുന്നത്. 34 വർഷക്കാലത്തെ ബംഗാളിലെ CPMൻ്റെ ഉയർച്ച താഴ്ചകളുടെ കഥ പറയുന്ന, ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന, ഇൻസൈഡറായിരുന്ന, SFI ആക്ടിവിസ്റ്റ് ആയിരുന്ന ബംഗാളിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സൗർജ്യ ഭൗമിക് എഴുതിയ പുസ്തകമാണ് ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. ഇന്ന് 2 പുസ്തകങ്ങൾ പുറത്തിറക്കുന്നു. ഒന്ന് ഭാഷാമാധുരിയാണ്. ഒറ്റശേഖരമംഗലം വിജയകുമാറാണ് ഗ്രന്ഥകർത്താവ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ദീർഘകാലത്തെ അധ്യാപന പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ച ഭാഷാപരമായിട്ടുള്ള വിവിധ കാര്യങ്ങളെ മലയാള സാഹിത്യത്തിലും ഭാഷയിലുമുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു മികച്ച പുസ്തകമാണ് ശ്രീ ഒറ്റശേഖരമംഗലം വിജയകുമാർ തയ്യാറാക്കിയിട്ടുള്ള ഈ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം വംശഭ്രംശം എന്ന് പറയുന്ന ഒരു നോവലാണ്. ശ്രീമതി വസന്ത S പിള്ളയാണ് അതിൻ്റെ രചയിതാവ്. ഈ 2 പുസ്തകങ്ങളെക്കുറിച്ചും ഞാനൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ തന്നെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളായിട്ടുള്ള അതിഥികളെയും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രിയദർശിനി പബ്ലിക്കേഷൻസിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുന്നു. നന്ദി സർ. അടുത്തത് പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിലേക്കായി പ്രമുഖ ഭാഷാ പണ്ഡിതൻ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത പുസ്തകം വംശഭ്രംശം എന്ന നോവലാണ്. ഈ നോവൽ സ്വീകരിക്കുന്നതിലേക്കായി KA ബീന അവർകളെ ക്ഷണിക്കുന്നു. പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഭാഷാ പണ്ഡിതരിൽ ഏറ്റവും പ്രഗത്ഭനാണ്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്ന മലയാള ഭാഷാ സ്നേഹികളായിട്ടുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറ്. അദ്ദേഹം ക്ലാസിക്കൽ പദവി ലഭിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കിയ ഒരു നോട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സമിതിയിലെ അംഗമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. മലയാള ഭാഷയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അധ്യാപക ശ്രേഷ്ഠൻ
ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തക സ്നേഹികളെ, ഇവിടെ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പറയാനുള്ള സന്ദർഭം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ആകെ അനുവദിച്ചിട്ടുള്ളത് 30 മിനിറ്റാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതി സമയം കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് നമ്മുടെ മുഖ്യധാര പബ്ലിക്കേഷൻസ് വിഭാഗത്തിൽ പേരെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണ പ്രസ്ഥാനമാണ്. 2009 ഇത് ആരംഭിച്ചത്. വളരെ ശ്രദ്ധേയങ്ങളായ പുസ്തകങ്ങൾ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇതിനകം തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 2025-26 ശ്രദ്ധേയമായ 2 പുസ്തകങ്ങളാണ് ഈ വേദിയിൽ ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒറ്റശേഖരമംഗലം വിജയകുമാർ രചിച്ച ഭാഷാ മാധുരി. അത് ഒരു വൈജ്ഞാനിക വിഭാഗത്തിൽപ്പെടുന്ന ഗ്രന്ഥമാണ്. രണ്ടാമത് ഉള്ളത് വസന്ത എസ് പിള്ള രചിച്ച വംശഭ്രംശം എന്നു പേരുള്ള നോവലാണ്. ഇതിൽ മാധുരി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയത് ഞാനാണ് എന്നുള്ളതാകാം ഈ പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിക്കാനുണ്ടായ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പ്രേരണ. ഭാഷാമാധുരി ഭാഷയുടെ മാധുര്യം പഠിതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രചിച്ച ഗ്രന്ഥമാണ്. നമ്മൾ മലയാള ഭാഷ ക്ലാസിക് പദവി നേടിയിട്ടുള്ള ഇന്ത്യൻ ഭാഷകളിലൊന്നാണ്. ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. തമിഴ്, മലയാളം, കന്നഡ, തുളു, തെലുങ്ക് തുടങ്ങി വികസിത ഭാഷകളും പുറമേ 22ഓളം അവികസിത ഭാഷകളും, അതായത് ലിപിയില്ലാത്ത ഭാഷകളും വായ്മൊഴിയായിട്ട് മാത്രം പ്രചരിക്കുന്ന ഭാഷകളും ചേർന്ന ഒരു ഭാഷാ കുടുംബമാണ് മലയാളം. നമ്മുടെ മലയാളം ഇന്ന് അവസാനം നടന്ന സെൻസസ് അനുസരിച്ച് 3,40,00,000 ജനങ്ങളുടെ മാതൃഭാഷയാണ്. ഐതിഹ്യം അനുസരിച്ചാണെങ്കിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെ താമസിക്കുന്ന മലയാളികളുടെ മാതൃഭാഷയാണ് മലയാള ഭാഷ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനർവിഭജിച്ചപ്പോൾ നമുക്ക് കന്യാകുമാരിയും അതുപോലെ തന്നെ വടക്കുള്ള ചില പ്രദേശങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. എങ്കിലും മലയാളികൾ ഉള്ളിടമെല്ലാം മലയാളക്കര തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി കിട്ടിയത് അതിൻ്റെ സാഹിത്യപരമായും ഭാഷാപരവുമായിട്ടുള്ള പഴക്കവും അതിൻ്റെ മഹാത്മ്യവും മുൻനിർത്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇവിടെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഭാഷാ മാധുരി വ്യാകരണവും അലങ്കാരവും വൃത്തവും അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ടു വരുന്ന മിക്ക സാഹിത്യ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പെട്ടെന്ന് ഒരു പഠിതാവിന് അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. ചോദ്യോത്തര രീതിയിലും ലഘുവിവരണം എന്ന രീതിയിലും നിർവചനം, ലക്ഷണം, ലക്ഷ്യസമന്വയം എന്നീ രീതികളിലുമൊക്കെയാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മലയാള ഭാഷയ്ക്ക് ഒരുപാട് വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട് എങ്കിലും നാം ഇന്നും അടിസ്ഥാനപരമായി പഠിക്കുന്നത് കേരള പാണിനീയമാണ്. കേരള പാണിനീയത്തെയും അതുപോലെ തന്നെ AR രാജരാജവർമ്മ രചിച്ച വൃത്തമഞ്ജരിയെയും ഭാഷാഭൂഷണത്തെയും സാഹിത്യത്തെയും ഒക്കെ ആധാരമാക്കിക്കൊണ്ടാണ് ഒറ്റശേഖരമംഗലം വിജയകുമാർ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഈ വളരെ ഗഹനമായ വിഷയങ്ങൾ പെട്ടെന്ന് പഠിതാവിന് ബോധപ്പെടണം. അത്ര ലളിതമധുരമായ ഭാഷയിൽ ആണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭാഷയിലേക്ക്
വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളെയും ആകർഷിക്കാൻ പര്യാപ്തമാണ് ഈ ഗ്രന്ഥം എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഈ ഗ്രന്ഥം പ്രകാശിപ്പിച്ച പ്രിയദർശിനി പബ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും അനുമോദനം അറിയിക്കുന്നു. രണ്ടാമത്, ഇന്ത്യൻ ഭാഷകളിൽ നോവലും ചെറുകഥയും കവിതയും ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഭാഷയാണ് മലയാളം. സാഹിത്യ സമ്പുഷ്ടമായ ഇന്ത്യൻ ഭാഷകളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനം മലയാളത്തിനുണ്ട് എന്ന വസ്തുത നാം ഓർക്കേണ്ടതാണ്. ഏറ്റവും വികസ്വരമായിട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണ് കഥാ സാഹിത്യം, അതായത് നോവലും ചെറുകഥയും ഉൾക്കൊള്ളുന്ന വിഭാഗം. അതിൽ മലയാള നോവലിന് ഒരു ദിശാബോധം സൃഷ്ടിക്കുന്ന, നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഇതിവൃത്തത്തിലേക്ക് നമ്മുടെയെല്ലാം ശ്രദ്ധ കൊണ്ടുപോകുന്ന, മനുഷ്യത്വത്തിൻ്റെ അഗാധ തലങ്ങളെ സ്പർശിക്കുന്ന, വ്യക്തിബന്ധങ്ങളുടെ ഗഹനത, വ്യക്തിബന്ധങ്ങളുടെ ദാർഢ്യം വിശദീകരിക്കുന്ന ഒരു നോവലാണ് വസന്ത എസ് പിള്ള എഴുതിയിട്ടുള്ള ഈ വംശഭ്രംശം. ഈ രണ്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായ ഒരു സമയ ചുരുക്കം നിമിത്തം വളരെ പരിമിതമായ ചില വാക്കുകളിൽ ഈ പുസ്തകങ്ങളെ ഇവിടെ ചാമക്കാല പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളും പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുകയും അതുപോലെ തന്നെ ഇത് അനുവാചക ഹൃദയങ്ങളിലേക്ക്, പഠിതാക്കളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സവിശേഷ ഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. പ്രിയദർശിനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെയും പുസ്തകം അവർ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു പരാതിയേ ഉള്ളൂ, നമുക്ക് വേണ്ടത്ര ഇതിൻ്റെ ഒരു വിതരണ ശൃംഖല ആശിച്ച വണ്ണം അത് വളർന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം KPCCക്ക് കേരളം മുഴുവൻ യൂണിറ്റുകളുണ്ട്, ധാരാളം അംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ രീതിയിൽ നിന്നും കുറച്ച് മികച്ച രീതിയിലേക്ക് ഇതിൻ്റെ വിതരണം മാറണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഗ്രന്ഥകർത്താക്കൾക്ക് ഞാൻ എല്ലാവിധമായ മംഗളങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഉത്തരോത്തരം ഉന്നതി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഭാഷാഭിമാനികളായ നിങ്ങൾക്കും നന്മ കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വണക്കം. നന്ദി സാർ. പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്കായി ഡോക്ടർ ജോബിൻ ചാമക്കാല അവർകളെ ക്ഷണിക്കുന്നു. KPCCയുടെ പ്രസാധന സംരംഭമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചുമതല വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ പഴകുളം മധു, ഭാഷാ പാണ്ഡിത്യം കൊണ്ട് നമ്മെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായ ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശ്രീ ബെന്നി സാഹിതി, ശ്രീമതി KA ബീന, ഒറ്റശേഖരമംഗലം വിജയകുമാർ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുസ്തകത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. സമയപരിമിതി കൊണ്ട് പുസ്തകത്തെ വളരെ പരിമിതമായ വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്യമിക്കുന്നത്. 2 പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശിതമായിരിക്കുന്നത്. ആദ്യത്തെ പുസ്തകം ഒറ്റശേഖരമംഗലം വിജയകുമാർ രചിച്ച ഭാഷാ സാഹിതി എന്ന പുസ്തകം, ഭാഷാ മാധുരി എന്ന പുസ്തകം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭാഷയുടെ മാധുര്യത്തെ പഠിതാക്കൾക്ക് അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ ഒരു പുസ്തകം രചിക്കുക എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഭാഷാ മാധുരി എന്ന പുസ്തകം പരാമർശിക്കുന്നത് ഭാഷയുടെ സാങ്കേതികമായ, ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ, കേരള പാണ്ഡ്യത്തിൻ്റെ പീഠിക, അതോടൊപ്പം തന്നെ മലയാളത്തിലെ സിനിമ, നാടകം, പത്രമാസികകൾ, ആദ്യകാല കൃതികൾ, അവാർഡുകൾ, തൂലികാനാമങ്ങൾ, ആധുനിക കവിത്രയങ്ങൾ, ആത്മകഥകൾ തുടങ്ങി ഭാഷ പഠിക്കുന്ന, ഭാഷയും സാഹിത്യവും ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഗൗരവമായി പഠിക്കേണ്ട വിഷയങ്ങളെ ഏറ്റവും ഹ്രസ്വമായിട്ട് എന്നാൽ ഏറ്റവും സാരവത്തായിട്ട് അവതരിപ്പിക്കുന്ന വളരെ ലളിതമായ ഒരു പുസ്തകമാണ് ഭാഷാ മാധുരി.
ഇതിൻ്റെ സാരസമ്പുഷ്ടത കൊണ്ടും ലാളിത്യം കൊണ്ടും ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ പുസ്തകം വംശഭ്രംശം എന്നൊരു നോവലാണ്. വസന്ത എസ് പിള്ള രചിച്ച ഈ നോവൽ ഒരുപക്ഷെ മലയാളത്തിലെ പുതുതലമുറ നോവലുകളിൽ, ജനപ്രിയ നോവലുകളുടെ പട്ടികയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു നോവലാണ്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ തലമുറ നോവലിസ്റ്റുകൾ ഏറ്റവും ജനകീയമായിട്ട്, ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളെ യാതൊരുവിധ സാങ്കേതികമായ വളച്ചുകെട്ടലും കൂടാതെ അവതരിപ്പിക്കുന്ന രചനാരീതിയെ പുൽകുന്ന സന്ദർഭത്തിൽ ആ ഒരു ഗണത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു നോവലാണ് വംശഭ്രംശം. അത് ഗ്രാമീണമായ ഒരു മണ്ഡലത്തിൽ, ഒരു ഭൂമികയിൽ നടക്കുന്ന ഒരു കഥയാണ്. സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവൻ്റെ ദൈന്യ ചിത്രങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. പ്രണയവും രതിയും ചതിയും ഏകാന്തതയും ഒക്കെയുള്ള ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. വേദനാ നിർഭരമായ കാത്തിരിപ്പുകൾ നിറഞ്ഞ അനുഭവങ്ങൾ ധാരാളമായിട്ട്, അങ്ങനെയുള്ള അനുഭവ മേഖലകളെ പുൽകുന്ന കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഭാഷയും ആഖ്യാനവും ആ ഗ്രാമീണ ഭൂമികയുടെ തനിമയാർന്ന സ്വത്വമുദ്രകളെ പേറുന്ന അതായിക്കൊണ്ട് ഭാഷയും ആഖ്യാനവും, ഭാഷ എപ്രകാരമാണ് ദേശഭൂമികയോട് ചേർന്ന് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ഉദാഹരണം ഒരുപക്ഷെ നമുക്ക് ഈ നോവലിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നോവലിസ്റ്റിൻ്റെ സ്വത്വമുദ്രയുടെ അടയാളങ്ങൾ ഈ നോവലിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ മികച്ച കൃതികളിലൂടെ ഈ നോവലിസ്റ്റ് മലയാള സാഹിത്യത്തിൽ വളരെ ചിരപ്രതിഷ്ഠ നേടും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഭാഷാമാധുരിയിലെ ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, കാരണം സമയം പരിമിതമാണ്. അസംബന്ധാതിശയോക്തിയിൽ ആദ്യം അദ്ദേഹം നിർവചനം കൊടുത്തു. അയോഗം ചൊൽകൽ യോഗത്തിൽ അസംബന്ധാതിശയോക്തിയാം. ചേർച്ചയില്ലാത്ത സ്ഥലത്ത് ചേർച്ച പറയുന്നത് അതിശയോക്തി. നേതാവിൻ വാഗ്വൈഭവം മൈതാനം ശൂന്യമാക്കിഹ. നേതാവിൻ്റെ വാഗ്വൈഭവം കൊണ്ട് മൈതാനം ശൂന്യമായിപ്പോയി. അത്രയ്ക്ക് സമയം അറിയാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നേതാവിൻ്റെ വാഗ്വൈഭവം മൈതാനത്തെ ശൂന്യമാക്കും എന്നുള്ളത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ നമ്മെ എല്ലാവരെയും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് സമയത്തെക്കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതിയിൽ 2 പുസ്തകങ്ങളെ ഹ്രസ്വമായ വാക്കുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പുസ്തകം എഴുതിയ 2 രചയിതാക്കൾക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. പുസ്തകം സ്വീകരിച്ച പ്രമുഖ എഴുത്തുകാരി KA ബീന അവർകളെ സംസാരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പല പല വേദികളിൽ പുസ്തകങ്ങളുടെ ഒരു ആഘോഷം തന്നെ നടക്കുന്ന ദിവസങ്ങളാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, വായനയെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും ഈ ഉത്സവത്തിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. അതിനിടയിലാണ് 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊരെണ്ണം നമ്മുടെ ഭാഷയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പുസ്തകം, ഭാഷാമാധുരി. രണ്ടാമത്തേത് വംശഭ്രംശം. 2 പുസ്തകങ്ങളെക്കുറിച്ചും ശ്രീ ജോബി ചാമക്കാലയും പിന്നെ ശ്രീ നടുവട്ടം സത്യശീലൻ നടുവട്ടം സാറും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഈ പറയാനുള്ളത്, ഇപ്പം രണ്ടിനും രണ്ടിൻ്റേതായ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഒരു സ്ത്രീകൾ എഴുതുന്നതിനോട് കുറച്ച് ഒരു ഇത് കാണുമല്ലോ. വംശഭ്രംശം എന്നുള്ള നോവല് നമുക്കറിയാം. ഇപ്പോൾ സ്ത്രീകളുടെ എഴുത്ത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് മലയാളത്തിലെ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എഴുത്തെടുക്കുമ്പം യാത്രാവിവരണത്തിലാണെങ്കിലും നോവലിലാണെങ്കിലും കഥയിലാണെങ്കിലും കവിതയിലാണെങ്കിലും ധാരാളമായി തന്നെ സ്ത്രീകൾ കടന്നു വരികയും സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും എഴുത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ പുസ്തകത്തിൻ്റെയും പ്രകാശനം നടക്കുന്നത്. വസന്ത എസ് പിള്ളയുടെ ഓരോരുത്തരും അവരവരുടെ ആത്മാവിഷ്കാരത്തിന് വേണ്ടി, സ്ത്രീകളൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചോളം 100,000 കാര്യം എഴുതുന്ന ആളെന്നുള്ള എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നോവലൊക്കെ എഴുതുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്ത, നോവൽ എഴുതുമ്പോൾ അതിൻ്റെ ചിന്ത അല്ലെങ്കിൽ അതിൻ്റെ ആ ത്രെഡ് വിട്ടുപോകാതെ നമ്മുടെ കുടുംബവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ത്രീകൾ അത്ഭുതകരമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി അഷിത പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ത്രീയും എഴുതുമ്പോൾ അത് ഞാനൊരു അത്ഭുത കാഴ്ചയായി കാണുന്നു എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതുപോലൊരു അത്ഭുതമാണ് ഈ
ഓരോ സ്ത്രീയുടെയും എഴുത്തിൽ ഞങ്ങളും എല്ലാവരും അതിനകത്ത് കടന്നു പോകുന്നവർ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ വസന്തായസ് പിള്ളയുടെ വംശഭ്രംശം എന്നുള്ള ഈ നോവൽ ഒരുപാട് വായിക്കപ്പെടട്ടെ എന്നും അവരിനിയും ഒരുപാട് എഴുതട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഭാഷ തന്നെ എന്താണ് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പുതിയ കാലത്ത് നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ആ കാലത്തിൽ നിന്ന് എന്ത് മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഉച്ചാരണത്തിലാണെന്നുണ്ടെങ്കിലും വ്യാകരണത്തിലാണെങ്കിലും അക്ഷര സ്ഫുടതയുടെ കാര്യത്തിലാണെങ്കിലും അക്ഷരത്തെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ തലമുറയൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു പുസ്തകം വന്നിരിക്കുന്നത്. വ്യാകരണം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ഭാഷയെ സമ്പന്നമാക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ എത്ര പുസ്തകം വന്നാലും പിന്നെ ഇത് നമുക്കത് പോരാ, അതിനൊരു കുറവും സംഭവിക്കില്ല. അത് കൂടുതൽ ഭാഷയെ സമ്പന്നമാക്കുകയുള്ളൂ. ഏറെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഇതനുസരിച്ച് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എഴുത്തുകാരനെ സംസാരിക്കാനുള്ള അവസരത്തിന് മാറ്റിവെക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ 2 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസരം നൽകിയ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുത്തുകാർക്ക് ആശംസകൾ നേരുന്നു. നന്ദി മേഡം. ചടങ്ങിന് നന്ദി പറയുന്നതിലേക്കായി പുസ്തക രചയിതാവ് ശ്രീ ഒറ്റശേഖരമംഗലം വിജയകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഹനീയമായ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പഴകുളം മധു സാർ, പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ നടുവട്ടം ഗോപാലേഷ് സാർ, ശ്രീ ജോബിൻ ചാമക്കര സാർ, അതുപോലെ തലസ്ഥാനത്തിൻ്റെ സാഹിത്യ മുഖമായിരിക്കുന്ന ശ്രീമതി കെ എ ബീന, പ്രിയമുള്ള സഹൃദയരെ, വളരെ കാലത്തെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മലയാള ഭാഷയുടെ ഒരു ഗ്രാമർ, ഇങ്ങനെ ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതാൻ കഴിഞ്ഞത്. വളരെ ലളിതമായ രീതിയിൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ പഠിപ്പിക്കുന്ന ആളുകൾക്കുമെല്ലാം മനസ്സിലാകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇതിന് തയ്യാറായത്. ആ പുസ്തകം ഇന്നിവിടെ പ്രകാശിതമായിരിക്കുകയാണ്. നടുവട്ടം ഗോപാലേഷ് സാറാണ് അതിൻ്റെ അവതാരിക എഴുതുന്നത്. ആ അവതാരികയിൽ തന്നെ ആ പുസ്തകം സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ആ എഴുത്തിൽ വളരെയധികം സന്തോഷം തോന്നി. എന്തായാലും നമ്മുടെ ഈ സദസ്സിൽ വെച്ച് അത് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പുസ്തകമാണ് വംശഭ്രംശം, ശ്രീമതി വസന്തായസ് പിള്ളയുടെ വംശഭ്രംശം. നമ്മുടെ സമൂഹത്തിൻ്റെ കുടുംബങ്ങളുടെ ആ ഒരു അടിവേരുകളിൽ തട്ടുന്ന ചില പ്രമേയങ്ങൾ അതിനകത്ത് നമ്മുടെ വസന്തായസ് പിള്ള അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നാട്ടിൻ പുറത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ, നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിൽക്കുന്ന ചില ചോദ്യചിഹ്നങ്ങൾ, ഇതെല്ലാം ആ നോവലിനകത്ത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് വസന്തായസ് പിള്ള. നമ്മുടെ ഇന്നത്തെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, നമ്മുടെ സമകാലീന ജീവിത സാഹചര്യത്തിൽ പ്രസക്തമായൊരു നോവലാണ് ഈ നോവൽ. ആ നോവലിസ്റ്റിനെ അഭിനന്ദിക്കാൻ കൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത മഹത്തായ ഭാഷാ പണ്ഡിതന്മാരായ എല്ലാ വ്യക്തികൾക്കും ഞാൻ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നമ്മുടെ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ എല്ലാ സഹൃദയർക്കും, ഭാഷാ സ്നേഹികൾക്കും, ഭാഷാ കുതുകികൾക്കും, വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ ഞാൻ ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം പ്രിയദർശിനിയുടെ സ്റ്റാളുകളിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.